ജില്ലകളിലെ സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ പ്രളയസ്ഥിതിയാണ് ഉണ്ടായത്. അതിരൂക്ഷമായ സ്ഥിതിയാണ്. മഴക്ക് ശമനമില്ല. ഇത് മലയോര മേഖലകളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. കോട്ടയം ജില്ലയിൽ കിഴക്കൻ പ്രദേശങ്ങളായ പൂഞ്ഞാർ, മീനച്ചിൽ, ഈരാറ്റുപേട്ട മേഖലകളിൽ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. പൂഞ്ഞാർ തെക്കേക്കരയിൽ ഉരുൾപൊട്ടി ഉറങ്ങിക്കിടക്കുകയായിരുന്ന അമ്മയ്ക്കും മകനും റജീന ജോസഫിൽ ജീവൻ നഷ്ടപ്പെട്ടത് അങ്ങേയറ്റം ദാരുണമാണ്. അയ്മനം, കുമരകം, ഏറ്റുമാനൂർ മേഖലകളിലായി 5000-ലധികം കർഷകർക്കാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കോട്ടയം ജില്ലയിൽ തന്നെ പറയുന്നത് 1086 ഹെക്ടർ കൃഷി നാശം വന്നിട്ടുണ്ടെന്നാണ്. വൻപിച്ച നഷ്ടമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. 20 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് പറയുന്നത്. പത്തനംതിട്ടയിൽ റാന്നിയിൽ മാത്രമല്ല, ആറന്മുള, തിരുവല്ല ഭാഗങ്ങളിലും, ആലപ്പുഴയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് മേഖലകളിലും പ്രളയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മണിമലയാർ, പമ്പ, അച്ചൻകോവിൽ നദികളിൽ വന്ന മഴവെള്ളമാണ് പ്രശ്നമായി മാറിയത്. ഇവിടുത്തെ വെള്ളം സുഗമമായി ഒഴിഞ്ഞു പോകുന്നതിന് തോട്ടപ്പള്ളിയിലെ പൊഴി മുറിച്ച് വെള്ളം ഒഴുക്കേണ്ടതുണ്ട്. കുട്ടനാട്ടിലെ വെള്ളക്കെട്ടിനും ഇത് മാത്രമാണ് പരിഹാരം. സമാനമായി കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലകളായ കുമരകം, തിരുവാർപ്പ് തുടങ്ങിയ മേഖലകളെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കാൻ തണ്ണീർമുക്കം ബണ്ടിൽ അടിഞ്ഞുകൂടിയ പായലും മാലിന്യങ്ങളും അടിയന്തരമായി നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കണം. വെള്ളത്തിനൊഴുകി പോകാനുള്ള സൗകര്യമുണ്ടാക്കണം. നിർഭാഗ്യകരമായ അവസ്ഥ നമ്മൾ ഓർക്കേണ്ടത്, കഴിഞ്ഞ LDF സർക്കാർ ഈ അടിഞ്ഞുകൂടിയ മണലും ചെളിയും മാറ്റുന്നതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. അപ്പോൾ അതിനെതിരായി കോടതിയിൽ പോകുന്ന സ്ഥിതിയായിരുന്നു അന്നത്തെ പ്രതിപക്ഷം UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിൽ കാണേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമോ വിവാദങ്ങളോ അല്ല വേണ്ടത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം അടിക്കടി ഉണ്ടാകുന്ന അതിതീവ്ര മഴ, ഇത് വലിയ തോതിൽ പ്രളയം തന്നെ ഉണ്ടാക്കുക. അപ്പോൾ അത് ശാശ്വതമായി തടയലാണ് പ്രധാനം. LDF സർക്കാർ ചില നടപടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഈ നടപടികൾ 1-2 വർഷം കൊണ്ട് പൂർത്തിയാകുന്ന ഒന്നല്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനമാണ് തത്സമയം നടക്കുന്നത്.